dear children, welcome to Kids Area Online, Class 5 Mathematics. ഗണിതം എക്സാം ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 തിങ്കളാണ്. എല്ലാ ദിവസവും വൈകിട്ട് മൺഡേ മുതൽ ഫ്രൈഡേ വരെ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നത്. അതുപോലെ ഇംഗ്ലീഷും മലയാളവും വായിക്കുവാനും എഴുതുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അതിനായിട്ടുള്ള പ്രത്യേകം ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബാച്ച് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുക്കാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഒന്നാമത്തെ ചോദ്യം. In the figure, a circle is divided into 3 equal parts. Write the fraction that represent the shaded part. ഇതെങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാം? വളരെ എളുപ്പമാണ്, എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ആകെ എത്ര പാർട്സ് ഉണ്ട്? 1, 2, 3. അതിൽ എത്ര ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട്? 1. 1/3. ബി ക്വസ്റ്റ്യൻ. Draw a circle as shown below and shade its 3/8 part. ഇതിൽ 8 പാർട്ട് ഉണ്ട്. അതിൽ 3 ഭാഗം എന്ത് ചെയ്യണം? കളർ ചെയ്യണം. 3 ഭാഗമാണ് കളർ ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് നമുക്കൊരു 3 ഭാഗം സെലക്ട് ചെയ്യാം. 8ൽ 3 ഭാഗം കളർ ചെയ്യാനായിരുന്നു. ഓക്കെ, 8ൽ 3 ഭാഗം കളർ ചെയ്യാന്നുള്ളതാണ് ഇവിടെ ബി ക്വസ്റ്റ്യന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ. റൈറ്റ് അനദർ ഫ്രാക്ഷൻ ഈക്വൽ ടു 1/8. 1/8ന് ഈക്വലായി വരുന്ന മറ്റൊരു ഫ്രാക്ഷൻ എഴുതുക എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. 1/8ന് ഈക്വലായി വരുന്ന മറ്റൊരു ഫ്രാക്ഷൻ നമുക്ക് ഏത് എഴുതാം? 1/8 2/16 എഴുതാം. അതിന്റെ ഡബിൾ എഴുതിയാൽ മതി. 2/16. 1ന്റെ ഡബിൾ 2, 8ന്റെ ഡബിൾ 16. ഓക്കെ. In which of the following pictures 1/4 part is shaded? ഇവിടെ ടോട്ടൽ 12 ഉണ്ട്. 12ൽ 3 അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/4. അപ്പൊ ഏതാണ് ശരി? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം. Question 2 has 2 parts, 2A and 2B. Answer anyone. Anu and her father left home at 8:30 a.m. and reached the railway station at 10:45 a.m. A question. 8:30 വീട്ടിൽ നിന്ന് തിരിച്ച് 10:45 അനുവും അനുവിന്റെ അച്ഛനും റെയിൽവേ സ്റ്റേഷനിലെത്തി. How much time did they take to reach the railway station from home? വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ എത്താനായിട്ട് എത്ര സമയമാണ് എടുത്തത് എന്നാണ് ചോദ്യം. വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ എത്താനായിട്ട് എത്ര സമയം എടുത്തേ? എത്ര സമയം എടുത്തു? 8:30 മുതൽ 10:45 വരെയാണ്. 8:30 മുതൽ 10:45 വരെ. അപ്പോൾ എത്ര സമയം എടുത്തിരിക്കും? 2 hours 15 minutes എടുത്തു. 2 hours 15 minutes ആണ് എടുത്തത്. 2 hours 15 minutes. അടുത്ത ചോദ്യം. ബി ക്വസ്റ്റ്യൻ. They boarded the train at 11 a.m. and reached തിരുവനന്തപുരം at 12:30 that night. അന്ന് രാത്രി ആണ് 12:30 എത്തിയത്. രാവിലെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 8:30 a.m. രാവിലെയാണ്. രാത്രി 12:30 തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. If so, what is the time taken for the train journey? എത്ര മണിക്കൂറാണ് ഈ ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടിയിട്ട് എടുത്തത്? ആൻസർ വരുന്നത് 13 hours 30 minutes. 13 hours 30 minutes. C question. How long did they take to reach തിരുവനന്തപുരം from home? വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താനായിട്ട് എത്ര സമയം എടുത്തു? 8:30 a.m. തിരിച്ചു, 12:30 എത്തി.
അപ്പൊ എത്ര സമയമാണ് വീട്ടിൽ നിന്ന് തിരുവനന്തപുരം വരെ എത്താൻ എടുത്ത സമയം? 16 hours. 16 hours. ഇനി അതിൽ തന്നെ D question. Which is equal to 2 1/4 hours? 2 1/4 ഹവേഴ്സിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ്? 135. 60 plus 15 2.25. അപ്പോൾ 60 ആകുമ്പം 1 hour 1 hour. പിന്നെ 1/4 15. 135 minutes. Anu reached the examination hall at 1:20. She left the hall after 2 hours and 25 minutes. Till what time Anu was in the examination hall? എപ്പോഴാണ്? 1:20 എക്സാമിനേഷൻ ഹാളിൽ എത്തി. എന്നിട്ട് എത്ര മണിക്കാണ് തിരിച്ചു പോയത്? എത്ര മണിക്കൂർ? 2 മണിക്കൂറും 25 മിനിറ്റും കഴിഞ്ഞാണ് തിരിച്ചു പോയത്. അപ്പോൾ അനുവിന്റെ ഇപ്പോഴത്തെ ടൈം എത്രയാണ്? 3:45. 3:45 PM ആണ് ആൻസർ. ഓക്കെ, 2B ക്വസ്റ്റ്യൻ നോക്കാം. The clock shows 3 different times in the morning. If we are arrange these clocks according to time, which clock will come last? ടൈം അനുസരിച്ച് ഇതിനെ ആദ്യം വരുന്നത് ഏത് ക്ലോക്ക് ആണ്? ആദ്യം വരുന്നത് 6:45-ൻ്റെതാണ്, രണ്ടാമത് വരുന്നത് 8:15-ൻ്റെതാണ്, മൂന്നാമത് വരുന്നത് 10:30 ആണ്. അപ്പോൾ ഏത് ക്ലോക്കാണ് ഏറ്റവും ലാസ്റ്റ് വരിക? 10:30-യുടെ ക്ലോക്കാണ് ഏറ്റവും ലാസ്റ്റ് വരിക. What is the time difference between the first and third clock? ഫസ്റ്റിൻ്റെത് 8:15-ഉം ലാസ്റ്റ് ക്ലോക്കിൻ്റെത് 6:45-ഉം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയെന്നാണ് ചോദിക്കുന്നത്. 1 hour 30 minutes. 1 hour 30 minutes ആണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, 1 hour 30 minutes. അടുത്ത ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ടേബിൾ. 150 minutes. 150 minutes എന്ന് പറയുന്നത് എത്രയാ വരിക? എത്ര അവേഴ്സാ വരിക? 150 minutes എന്ന് പറയുന്നത് എത്ര അവേഴ്സ് ആണ്? 2 hour 30 minutes ആയിട്ടാണ് ഇവിടെ വരിക. 2 hour 30 minutes ആയിട്ടാണ് വരിക. ഓക്കെ, അടുത്ത് സെക്കൻഡ്സ്. 8 minutes സെക്കൻഡ്സിൽ എഴുതുമ്പോൾ എത്ര വരിക? 480 seconds. 480 seconds ആണ് വരിക. അടുത്ത ചോദ്യം. A statement and a reason is given below. Statement: 1 hour is 60 into 60 seconds. Reason 1: 1 hour is 60 minutes. 1 minute is 60 seconds. Which of the following is correct? രണ്ടും ശരിയാണ്. അപ്പോൾ സി ആണ് ശരി. സ്റ്റേറ്റ്മെന്റും ശരിയാണ്, റീസണും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം. If 23 pens are packed in packets of 4 each, how many packets of pen will be there? How many pen will be left? 23 പെന്നാണ് പാക്ക് ചെയ്ത് വന്നത്. ഒരു പാക്കറ്റിൽ 4 എണ്ണം വെച്ച്. അപ്പോൾ എത്ര പെൻ ബാക്കി വരും എന്നാണ് ചോദിക്കുന്നത്. 23/4. 23/4 വരുമ്പോൾ എത്രയാ വരിക? റിമൈൻഡർ വരുന്നത് 3 ആണ്. റിമൈൻഡർ ആണ് കേട്ടോ. ബാക്കി 3 പെന്നാണ്. ലെഫ്റ്റ് ആയി വരുന്നത് 3 ആണ് ആൻസർ കേട്ടോ. ഇവിടെ 5 ആണ് ആൻസർ വരിക. റിമൈൻഡർ 3. അപ്പോൾ ആൻസർ വരുന്നത് 3 ആണ്. ഇവിടുത്തെ ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 3. Second question. Write another fractional form of 1 3/4. 1 3/4-ന്റെ മറ്റൊരു ഫ്രാക്ഷണൽ ഫോം എഴുതാനാണ് പറഞ്ഞത്. 1 3/4 എന്ന് പറയുന്നത് 7/4. അതിൻ്റെ ഡബിൾ എഴുതുമ്പോൾ 14/8. 14/8 എഴുതാം. ഓക്കെ. സി ക്വസ്റ്റ്യൻ. Some fractions are given in the first column and their another form is in the second column. നോക്കാം ഇത് കറക്റ്റ് വരുന്നത്. 4/3 എന്ന് പറയുന്നത് 1/3. 5/3 എന്ന് പറയുന്നത് 1 2/3.
7/3 എന്ന് പറയുന്നത് 2 1/3. അപ്പോൾ എയുടെ ഓപ്ഷൻ 3 വരും, ബിയുടെ ഓപ്ഷൻ 1 വരും, സിയുടെ ഓപ്ഷൻ 2 വരും. 3 1 2 3 1 2. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി. D question. 5 liters of milk is divided equally into 4 bottles. How many liters of milk is there in a bottle? 5 ലിറ്റർ പാല് 4 ബോട്ടിലായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നാൽ ഒരു ബോട്ടിൽ എത്ര ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. 5 ലിറ്റർ ആണ് ഉണ്ടായിരുന്നത്. 5/4 ആയിട്ടാണ് വരിക. ഓക്കെ. അടുത്ത ചോദ്യം. 4 has 2 parts. The height of Meenu and her friends are given in the table. Complete the table. Meenu 150 centimeters, 150/100 meters. Decimal form എന്ന് പറയുന്നത് decimal form 1.5 meters. Gobu 147 centimeters. 147/100 meters. 1.47 meters. Benny 1.25. അപ്പോൾ ഇവിടെ വരുന്നത് 125 centimeters. 125/100 meters. 1.25 meters. Which of the following statements are correct about 70 centimeters? 1ഉം 2ഉം 4ഉം. ഇപ്പോൾ 2ഉം 4ഉം വരുന്ന ബി ആണ് ഓപ്ഷൻ. ബി ആണ് ശരി ഉത്തരം. 4b. Write 1 meter, 46 centimeters, 3 millimeters in fractional and decimal form in meters. ഡെസിമൽ ഫോമിലും ഫ്രാക്ഷണൽ ഫോമിലും എഴുതാനാണ് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഡെസിമൽ ഫോമിൽ നമുക്ക് എഴുതാം. ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 463 divided by 1000. 1 ആണ് ഇവിടെ. 1463 divided by 1000. അല്ലെങ്കിൽ 1463/1000. ഡെസിമൽ ഫോം ഇങ്ങനെ എഴുതിയത് ശരിയാണ്. ഫ്രാക്ഷണൽ ഫോമിൽ എഴുതുമ്പോൾ 1.463 ഫ്രാക്ഷണൽ ഫോം. റൈറ്റ് ദിസ് ഇൻ സെന്റിമീറ്റേഴ്സ് ആൻഡ് മില്ലിമീറ്റേഴ്സ്. സെന്റിമീറ്റേഴ്സിൽ എഴുതുമ്പോൾ സെന്റിമീറ്റേഴ്സിൽ വരുന്നത് 146.3 സെന്റിമീറ്റർ, 1463 millimeter. ഇത് സെന്റിമീറ്റർ, ഇത് മില്ലിമീറ്റർ. സി ക്വസ്റ്റ്യൻ. What is the fractional form of 1.46 meters? 1.46 meters എന്ന് പറയുമ്പോൾ ഇതാണ് ശരി ഉത്തരം വരിക. 146/100 meters ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ എ. ഡി ക്വസ്റ്റ്യൻ. Write the decimal form of 1 meter and 50 of 100 parts of a meter in meters. ഇവിടെ വരിക 1 meter and 50 of 100 parts. അപ്പോൾ 50/100 വരുമ്പോൾ അതിൽ 0.5 വരും. ഇവിടെ 1 meter ഉണ്ട്. അപ്പോൾ 1 plus 0.5 1.5 ആണ് ആൻസർ. 1.5 ആണ് ആൻസർ വരിക. 4ബിയുടെ ആൻസർ ഇവിടെ വരുമ്പോൾ 1.5. ഡി ക്വസ്റ്റ്യൻ ആൻസർ 1.5. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം. Perimeter of a square is 70 centimeters. Write the length of one side of the square in centimeters. ഇവിടെ 70 centimeters പെരിമീറ്റർ ഉള്ള സ്ക്വയർ ആണ്. ഒരു വശത്തിന്റെ നീളം എത്ര എന്നാണ് ചോദിക്കുന്നത്. ഒരു വശത്തിന്റെ നീളം. ആൻസർ 17/4. 4.25 centimeter. രണ്ടാമത് ക്വസ്റ്റ്യൻ. If 21 liters of milk is divided equally among 5 people. 5 പേർക്ക്
21 ലിറ്റർ പാല് ഡിവൈഡ് ചെയ്തു. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് വുഡ് ഈച്ച് പേഴ്സൺ, ഓരോരുത്തർക്ക് എത്ര കിട്ടുമെന്നാണ്. 21/5. 21/5 ആണ്. 21/5 എന്ന് പറയുമ്പോൾ 4.2 ആ വരിക. 4.2 ലിറ്റർ. Which of the following is correct about 2.5 meters? 2.5 meters എന്ന് പറയുമ്പോൾ 2 meters-ഉം half of 1 meter. അപ്പോൾ 2.5 ആവും. Okay. To get 3/4 part of a cake, one of how many parts should be taken if 3 such cake are divided? 3 കേക്ക് 3/4 പാർട്സ് വെച്ച് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതുവരെ എടുക്കുമ്പോൾ 1 പീസായി. ഇതിന്റെ മിഡിൽ വെച്ച് വരുമ്പോൾ 2 പീസായി. ഇവിടുത്തെ പകുതിയും ഇവിടുത്തെ കാലും കൂടി എടുക്കുമ്പോൾ 3 ഇതായി. പിന്നെ ഇവിടെ 4 ആയി. 4 ആണ് ആൻസർ. 4 equal parts. 4 equal parts. Next, 6th question. ആറാമത്തെ ചോദ്യം. 25 into 14 equal to 350. Which of the following is equal to 25 into 15? 25 into 14, 350. അപ്പോൾ 25 into 15, 375. 375 equal ആയിട്ട് വരുന്നത് 350 plus 25. If 1116 pens are packed in packs of 12 each, how many packets of pen will be there? And the answer വളരെ എളുപ്പമാണ്. 1116നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 93 ആണ് ആൻസർ കിട്ടുക. 93 packets. Okay. Find 84/7 by writing it in the spaces given below. 84. 10 into 7, 70. 14. 2 into 7, 14. Okay. ഇവിടെ 2 ആണ് കേട്ടോ വരിക. 10 plus 2, 12 ആണ് ആൻസർ. 12. ഇവിടെ 70, ഇവിടെ 14, ഇവിടെ 2, ഇവിടെ 12. ഓക്കെ. ഇതായിരുന്നു 5ാം ക്ലാസ്സിലെ ഇന്നത്തെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ. Okay, children. Bye-bye. Thank you.